കണ്ടില്ല ഞാൻ അടിനിയൻ തൈകൾ വാങ്ങിയപ്പം വീഡിയോ ഷോർട്സ് ഇട്ടിരുന്നല്ലോ. ഒരു 3 ആഴ്ചയായില്ല ഇപ്പോൾ ഇത് ഞാൻ നട്ട് വെച്ചിട്ട്. വാങ്ങിയിട്ട് ഏകദേശം 4 ആഴ്ച 1 മാസം ആകാറായി കേട്ടോ. പക്ഷേ ഞാൻ നട്ടിട്ട് 3 ആഴ്ച ആയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും തൈകൾ വാങ്ങിയിട്ട് ഒരാഴ്ച സാഫ് മുക്കിക്കഴിഞ്ഞ് ഒരാഴ്ചയോളം ഞാൻ അങ്ങനെ തന്നെ അനക്കാതെ വെച്ചിട്ടാണ് അത് നടാറുള്ളത്. അപ്പോൾ തീരെ ചെറിയ ആയിരുന്നു എനിക്ക് ഇത്തവണ കിട്ടിയത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, പിടിക്കുമോ എന്നുള്ള ശരിക്കും പേടിയുണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ല റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ചെടികളല്ലേ. പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് വലിയ ലാഭമൊന്നും കിട്ടിയില്ല, എങ്കിൽ പോലും ഞാൻ അന്ന് സെയിൽ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള തീരെ ചെറിയ തൈകളൊന്നും ഞാൻ ഒപ്പം നട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നട്ടത്. അപ്പം ഞാനത് നടുന്ന രീതി, ഞാൻ എങ്ങനെയാണ് അടിനിയൻ നടുന്നതെന്നുള്ള ഷോർട്സ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തേക്കാവേ. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എനിക്കറിയാം. കാരണം എൻ്റെ ചെടി ഞാൻ ഒരു 6 വർഷമായിട്ട് അടീനിയം വാങ്ങി നട്ടിട്ട് ഇതുവരെ എൻ്റെ ഒറ്റ ചെടി ചീത്തയായി പോയിട്ടില്ല കേട്ടോ. ഞാൻ നട്ട രീതി കൊണ്ടോ അങ്ങനെയൊന്നും ചീത്തയായി പോയിട്ടില്ല. പിന്നെ അതുപോലെ എല്ലാ തവണയും അതെ, 1 മാസം ആകുന്നതിന് മുമ്പ് എനിക്ക് ഫ്ലവർ വരാറുണ്ട്. അപ്പോൾ എനിക്ക് ചെടി തരുന്ന അവർക്ക് ഒരു അത്ഭുതം. കാരണം എത്ര ചെറിയ ചെടിയാണെങ്കിലും, തീരെ ചെറിയ തൈകളാണല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്, എത്ര ചെറിയ തൈകളാണെങ്കിൽ പോലും എനിക്കത് 1 മാസത്തിനുള്ളിൽ ഫ്ലവർ വരാറുണ്ട്. അപ്പം പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയാം, അടീനിയം തണുപ്പ് സമയത്ത്, മഴയെന്നല്ല തണുപ്പ് സമയത്ത് അടീനിയത്തിൽ ഇല ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പോയി നിന്നും കരുതി വെള്ളമൊന്നും ഒരുപാട് ഒഴിക്കൊന്നും വേണ്ട. അത് കാലാവസ്ഥ മാറുമ്പോൾ ചൂടാകുമ്പോഴത്തേക്ക് അടീനിയം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നോളും കേട്ടോ. ഒരു ഒന്നര ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ വളം എന്തെങ്കിലും ലിക്വിഡ് വളം കൊടുക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്താൽ മതി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ച 3 ദിവസമാണ് ഞാൻ അടീനിയത്തിന് വെള്ളം കൊടുക്കുന്നത്. അപ്പം ആ 3 ദിവസം എന്നുള്ളതും അതിൽ ഒരു തവണ നമ്മൾ ഈ വളവും സാഫും കൂടെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, വെള്ളം കൊടുക്കുന്നതിന് പകരം. അങ്ങനെ 2 ദിവസം വെള്ളവും ഈ 1 ദിവസം ഇതും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അടീനിയത്തിന് നല്ല വെയിൽ, എത്ര വെയിൽ കിട്ടുന്നോ അത്രയും നല്ലത്. അതുപോലെ അടീനിയത്തിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് ഒരിക്കലും കട്ട കെട്ടുന്ന മണ്ണാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുക തീർച്ചയാണ് കേട്ടോ. നിർബന്ധിക്കുകയല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവർ എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ഒരുപാട് പേര്, അവരെന്നോട് ക്ഷമിക്കും. ഞാൻ എൻ്റെ ചെറിയ അറിവാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്ത് അത് വിജയിച്ചിട്ടുള്ളത് കൊണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും അടീനിയം